ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടുവെന്ന് റിപ്പോർട്ട്. 6 പേർ മരിച്ചെന്നും ഹമാസ് അറിയിച്ചു. അതേസമയം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തെ US പിന്തുണച്ചു. ഹമാസിനെ ഉന്മൂലനം ചെയ്യണമെന്ന US പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ വ്യക്തമാക്കിയിട്ടുണ്ട്. ഖത്തറിനെ ഫൈസൽ ഹംസ ചേരും വിശദാംശങ്ങൾ. ഫൈസൽ, ഇപ്പോൾ ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായിട്ടുണ്ടോ? ഈ സ്ഫോടനത്തിലെ നാശനഷ്ടം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ഇസ്രായേൽ ദോഹയിൽ നടത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറെ പ്രധാനം ഖത്തർ ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടതായി ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാദ് മുഹമ്മദ് അൽ ദുത്തൂരിയാണ് കൊല്ലപ്പെട്ടത്. നിരവധി ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതായിട്ടും ഖത്തർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹമാസിന്റെ ഭാഗത്തു നിന്നും 5 പേർ കൊല്ലപ്പെട്ടതായിട്ട് ഹമാസ് നേതാക്കളും അറിയിക്കുന്നുണ്ട്. ഖലീൽ അൽ ഹയ്യയുടെ ഹമാസിന്റെ ഗസ വിഭാഗം മേധാവി ഖലീൽ അൽ ഹയ്യയുടെ മകൻ ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ ഹമാസ് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 6 ലക്ഷമിട്ടാണോ ഇസ്രായേൽ ആക്രമണം നടത്തിയത്, അതായത് ഖലീൽ അൽ ഹയ്യ അതോടൊപ്പം തന്നെ ഖാലിദ് മിഷേൽ അടക്കമുള്ള പ്രധാന നേതാക്കൾക്ക് ഒന്നും പറ്റിയിട്ടില്ല, അവർക്ക് അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഇപ്പോൾ ഹമാസും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോടു കൂടെയാണ് ഖത്താറയിലുള്ള ഹമാസിൻ നേതാക്കൾ താമസിച്ചിരുന്ന കേന്ദ്രത്തിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത്. ഒരു വ്യോമാക്രമണമായിരുന്നു നടന്നത്. ഒരു 10ലേറെ തവണ ആക്രമണം ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ അറിയിക്കുകയും ചെയ്തിരുന്നു. കെട്ടിടത്തിന്റെ ദൃശ്യങ്ങളെല്ലാം പുറത്തു വന്നിരുന്നു. ഏതാണ്ട് പൂർണ്ണമായും തകർന്ന രീതിയിലാണ് ആ കെട്ടിടം ഉള്ളത്. പക്ഷേ നമ്മൾ അനുമാനിക്കേണ്ടത് ഇസ്രായേൽ ഈ ആക്രമണം നടത്തുമ്പോൾ ആ സമയത്ത് ഈ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അവിടെ ഇല്ലായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. മാത്രമല്ല, ഈ നേതാക്കളെല്ലാം തന്നെ ഗസ വിഷയവുമായി ബന്ധപ്പെട്ട് ഗസയിൽ വെടിനിർത്തലിനും അതോടൊപ്പം തന്നെ ബന്ദിമോചനത്തിനുമായുള്ള മധ്യസ്ഥ ചർച്ചകളുമായിട്ടാണ് ദോഹയിലെത്തിയത്. അവർക്ക് നേരെയാണ് ഇസ്രായേൽ ആക്രമണം അഴിച്ചുവിട്ടത് എന്നുള്ളതാണ് ഖത്തറും അതോടൊപ്പം തന്നെ ഹമാസും അടക്കമുള്ള വിഭാഗം ആരോപിക്കുന്നത്. എന്തായാലും ഖത്തർ ഈ ആക്രമണത്തെ ഭീരുത്വം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഖത്തറിന്റെ പിന്തുണയുമായി GCC രാജ്യങ്ങളെല്ലാം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. സൗദി അടക്കമുള്ള UAE അടക്കമുള്ള രാജ്യങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ ആക്രമണത്തെ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനം എന്നുള്ള രീതിയിൽ UN-ഉം അതോടൊപ്പം ഫ്രാൻസും അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഖത്തറിന്റെ അധികാര പരിധി, വ്യോമ പരിധി എല്ലാം കടന്നു നടത്തിയിട്ടുള്ള ആക്രമണമാണ്. ആ ആക്രമണത്തിൽ പൂർണ്ണമായും ഖത്തറിന് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നിലപാടാണ് ലോകരാജ്യങ്ങളെ ഒട്ടുമിക്കതും തന്നെ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷെ അതോടൊപ്പം തന്നെ പുറത്തു വരുന്ന മറ്റു ചില റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അമേരിക്കയ്ക്ക് ഈ ആക്രമണത്തെ കുറിച്ച് നേരത്തെ അറിയാമായിരുന്നു എന്ന പേര് വെളിപ്പെടുത്താത്ത ചില ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷെ അതിൽ അമേരിക്ക ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല. പക്ഷെ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ചില ശബ്ദങ്ങൾ ഈ ആക്രമണത്തെ പിന്തുണച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിർത്തിവെച്ചുകൊണ്ടുള്ള നീക്കമാണ് ഖത്തറും നടത്തുന്നത്.